പശ്ചിമേഷ്യയിൽ പുകഞ്ഞ യുദ്ധ അന്തരീക്ഷം ആറിത്തണക്കുന്നുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഒരു വെടിനിർത്തലിൽ എത്തി നിൽക്കുമ്പോൾ ചർച്ചയാകുന്ന പ്രധാന വിഷയമാണ് അടുത്തതെന്ത്. ഇറാൻ ഇനി എന്ത് ചെയ്യും? ആഗോള രാഷ്ട്രീയത്തിൽ ഇത് എന്ത് മാറ്റങ്ങൾ വരുത്തും? ഇതിനിടയിൽ ഏറ്റവും പ്രസക്തമാകുന്നത് ആയത്തുള്ള അലി ഖാംനയുടെ ഒരു പ്രസ്താവനയാണ്. അമേരിക്കയെ ഒരു നായയെപ്പോലെ നേരിടണം. പേടിച്ചു കഴിഞ്ഞാൽ അത് കടിക്കും. ധൈര്യമായി എതിർത്താൽ അത് ഓടിപ്പോകും. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തന്ത്രപരമായ മുന്നൊരുക്കങ്ങളോടെ മുന്നോട്ട് പോകുന്നു എന്ന് സാരം. അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾ ചരിത്രത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ ഇറാൻ തൻ്റെ സൈനിക ശേഷിയും ദൃഢനിശ്ചയം പ്രകടിപ്പിക്കുന്നതിൻ്റെ തെളിവാണ്. ഇറാൻ തകർന്നു എന്ന ട്രംപിൻ്റെ കൊട്ടിഘോഷങ്ങൾക്കിടയിലും ഖാംനയി ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്, ഇറാനെ കീഴടക്കാനാവില്ല, ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ ആത്മവിശ്വാസമാണെന്ന്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് സമാധാനത്തിൻ്റെ മുഖംമൂടിക്ക് പിന്നിലും ഇറാൻ്റെ പ്രതിരോധ ശക്തി അതിശക്തമായിട്ട് തന്നെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇറാൻ്റെ ഭരണ നേതൃത്വം, വിദേശകാര്യമന്ത്രി, സൈനിക മേധാവികൾ, എന്തിന് പ്രസിഡന്റ് ഖാംനയി അടക്കം ഇവരെല്ലാം ഇറാഖ് യുദ്ധത്തിൻ്റെ കലുഷിതമായ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. സമാധാനം പ്രഖ്യാപിക്കുമ്പോഴും യുദ്ധം വന്നാൽ മാപ്പ് പറഞ്ഞ് കീഴടങ്ങാൻ ഇറാൻ എന്നും തയ്യാറായിരിക്കില്ല എന്ന കൃത്യമായ സന്ദേശം പാശ്ചാത്യ ശക്തികൾക്കും വ്യക്തമാണ്. ആ വ്യക്തതയിൽ കൂടുതൽ വിശദീകരണം കൊടുക്കുകയായിരുന്നു കഴിഞ്ഞ 12 ദിവസത്തെ സംഘർഷങ്ങൾ. ഇതിനിടയിൽ മറ്റൊരു ചോദ്യം ഉണ്ടാകുന്നത് ഇറാൻ്റെ ആണവായുധങ്ങളോടുള്ള നിലപാടാണ്. അതിനും കൃത്യമായ ഉത്തരം ഇറാൻ നൽകിയിട്ടുണ്ട്. ഇറാൻ്റെ ആണവ പദ്ധതി എല്ലായ്പ്പോഴും അന്താരാഷ്ട്ര ശ്രദ്ധയുടെ കേന്ദ്ര ബിന്ദുവാണ്. 2015 ആണവ കരാർ അമേരിക്ക 2018 ഉപേക്ഷിച്ചതിനു ശേഷം ഇറാൻ സമ്പുഷ്ട യുറേനിയം ശേഖരിക്കുന്നത് തുടർന്ന് വരുന്നു. കഴിഞ്ഞ ഇസ്രായേൽ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് നദാൻസ് ആണവ കേന്ദ്രത്തിനെതിരായവ ഇറാൻ്റെ ആണവ സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയെങ്കിലും റിപ്പോർട്ടുകൾ പ്രകാരം ആണവ വസ്തുക്കൾ മുൻകൂട്ടി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ഇറാൻ്റെ നിലവിലെ സമ്പുഷ്ട യുറേനിയത്തിൻ്റെ ഗുണനിലവാരവും അളവും വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും ആണവായുധ നിർമ്മാണത്തിലേക്കുള്ള ഒരു പടി കൂടുതലായിട്ടാണ് വിലയിരുത്തപ്പെടേണ്ടത്. ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ തങ്ങളുടെ ആണവ സൗകര്യങ്ങൾ കൂടുതൽ സുരക്ഷിതവും ഭൂമിക്കടിയിലുള്ള ബങ്കറുകളിലേക്ക് മാറ്റാനുമുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. IAEA-യുമായുള്ള സഹകരണം പൂർണ്ണമായി ഒഴിവാക്കി ആണവ കരാറുകളിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള നടപടികളിലേക്കും ഇറാൻ കടന്നിട്ടുണ്ട്. ആയത്തുള്ള ഖാംനയി ആണവ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോകുന്നുമുണ്ട്. ആണവ ബട്ടൺ അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് എന്ന് കൃത്യമായി ഇസ്രായേലിന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ആയത്തുള്ള ഖാംനയെ ഇല്ലാതാക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ നടത്തിയതും. ഇറാൻ അടുത്തതായി പരിഗണിക്കുന്നത് മേഖലയിലെ സഖ്യങ്ങളുടെ ശക്തിപ്പെടുത്തലാണ്. അതിലാദ്യം പ്രോക്സി യുദ്ധങ്ങൾ. ഹൂതികൾ, ഹിസ്ബുള്ള തുടങ്ങിയ സഖ്യകക്ഷികൾ വഴി ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ പരോക്ഷ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇറാൻ ശ്രമിക്കും. യമനിലെ ഹൂതികൾ ഇതിനകം ഇസ്രായേലിനെതിരെ മിസൈലുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് തുടരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന് റഷ്യ ചൈന സഹകരണമാണ്. റഷ്യയുമായുള്ള സൈനിക നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ചൈനയുമായുള്ള സാമ്പത്തിക സൈനിക സഹകരണവും ഇറാൻ വിപുലീകരിക്കുമെന്നത് പുറത്തുവരുന്ന പല സാഹചര്യങ്ങളെയും മുൻനിർത്തി ഉറപ്പിക്കാവുന്നതാണ്. കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും ഇറാഖിലെ സ്വാധീനവും നിലവിൽ അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള മിലിഷ്യകൾ, പ്രത്യേകിച്ച് ഹറക്കത്ത് ഹിസ്ബുള്ള അൽ-നുജബ, അമേരിക്കൻ സേനകൾക്കെതിരെ ആക്രമണങ്ങൾ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇറാൻ്റെ ആഭ്യന്തര ശക്തിപ്പെടുത്തലും ഒരു പ്രധാന വശമാണ്. ആയത്തുള്ള അലി ഖാംനയുടെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്കകൾ പുതിയ പരമോന്നത നേതാവിൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള ചർച്ചകളെ തീവ്രമാക്കിയിട്ടുണ്ട്. മൊജ്തബ ഖാംനയി, ഹസൻ ഖൊമൈനി തുടങ്ങിയവർ പിന്മുറക്കാരായി പരിഗണിക്കപ്പെടുന്നുമുണ്ട്. ഇതിനിടയിൽ ടെഹ്റാനിൽ ഡ്രോൺ നിർമ്മാണശാലകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കാനും ഇറാൻ കനത്ത നടപടികൾ സ്വീകരിച്ചു വരുന്നു. മൊസാദ് ജാരന്മാരെ കൂട്ടത്തോടെ പിടികൂടിയ വാർത്തകളും ഇറാൻ്റെ ആഭ്യന്തര ജാഗ്രതയെ സൂചിപ്പിക്കുന്നു. മറ്റൊന്ന്, സൈനികവും ആയുധങ്ങളുമായി ഇറാൻ ഒരുപടി മുന്നോട്ട് പോകുമെന്നുള്ളതിലെ ഉറപ്പാണ്. പ്രത്യേകിച്ച് റഷ്യ ചൈന സഹകരണങ്ങളിൽ. ആണവായുധ നിർമ്മാണത്തിലും റഷ്യൻ സഹകരണം ഇറാന് പ്രത്യക്ഷമായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ മറ്റൊരു നിർണായക ചുവടുവെപ്പാണ്. ആണവ പദ്ധതി, മേഖലാ സഖ്യങ്ങൾ, ആഭ്യന്തര ശക്തിപ്പെടുത്തൽ, സൈനിക നയതന്ത്ര തന്ത്രങ്ങൾ എന്നിവയിലൂടെ ഇറാൻ മുന്നോട്ട് പോകും. എന്തു തന്നെയായാലും ഇറാൻ്റെ ഈ നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിവെക്കുക. ഇറാൻ്റെ ആണവ പദ്ധതി, മേഖലാ സഖ്യങ്ങൾ, സൈനിക ശേഷി എന്നിവ പാശ്ചാത്യ ശക്തികളുമായുള്ള ബന്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും തുടർ നടപടികളും ഒപ്പം ഇറാൻ്റെ ആഭ്യന്തര വെല്ലുവിളികൾ ഈ പാതയെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുക. റഷ്യ ചൈന സഖ്യം പാശ്ചാത്യ ശക്തികൾക്കെതിരെ ഒരു ബദൽ ശക്തി കേന്ദ്രമായി മാറാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ചർച്ചകൾക്കും അവലോകനങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് ഇറാൻ എന്ത് ചെയ്യുമെന്നുള്ളത് കണ്ടറിയേണ്ട വസ്തുതയാണ്. waytonikah.com, the exclusive Muslim matrimonial site.